എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് NOS വഴി 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന സമയമാണ്. സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ CBSE ബോർഡ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലുമൊക്കെ ബോർഡുകളിൽ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ NOS വഴി എങ്ങനെയാണ് ഈ ഒരു 10ാം ക്ലാസ് കരസ്ഥമാക്കാൻ സാധിക്കുക, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് NIOS എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അല്ലെ. അപ്പോൾ ഓപ്പൺ സ്കൂളിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു 10ാം ക്ലാസ് കരസ്ഥമാക്കാൻ സാധിക്കുക? വീട്ടിലിരുന്നുകൊണ്ടാണ് കേട്ടോ. വീട്ടിലിരുന്നു കൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ NIOSന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് 10ാം ക്ലാസ് കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, പരീക്ഷ എഴുതി 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉപരിപഠനത്തിന് പോകാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ PSC അങ്ങനെ എന്തെങ്കിലുമൊക്കെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങളുണ്ട് നിങ്ങളിൽ അല്ലേ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. NIOSന്റെ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് +1 +2 അതായത് റെഗുലർ സ്കൂളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുവേ. അതായത് നമുക്കറിയാലോ +1 +2 അലോട്ട്മെന്റ് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നത് അല്ലേ. അപ്പൊ ആ ഒരു അലോട്ട്മെന്റ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ സ്കൂളിലൊന്നും പോയി പഠിക്കാൻ താല്പര്യമില്ല, NOS തന്നെയാണ് നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NOS വഴി തന്നെ +2 കരസ്ഥമാക്കാൻ സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ PSC UPSC ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അംഗീകൃതമാണ് കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇത് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് കോഴ്സിനും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 10ാം ക്ലാസ് നമുക്ക് എങ്ങനെയാണ് ഇതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ചെറിയ ക്ലാസ്സിൽ വെച്ച് പരാജയപ്പെട്ടു പോയ ആളുകൾ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതി പക്ഷെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ എന്താണ് NIOS വഴി 10ാം ക്ലാസ്സും +2 അവിടെ നിൽക്കട്ടെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് വെറും 5 വിഷയങ്ങൾ മാത്രമാണ്. അതും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ 5 വിഷയങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളായിട്ട് കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 5 വിഷയങ്ങൾ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സിലബസ് ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. എക്സാമും നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ്. പഠിക്കുന്നത് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെയും റെക്കോർഡ് ക്ലാസ്സിലൂടെയാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഓൺലൈനായിട്ട്, അതായത് നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. ഡയറക്റ്റ് ടീച്ചേഴ്സ് എടുത്തു തരുന്ന ക്ലാസ്സസ് ആണ്. സോ അത് നൈറ്റ് ക്ലാസ് ആണ് കേട്ടോ. അത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ വിളിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സസും അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെ എല്ലാം തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും ക്ലാസ്സുകൾ ഒന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ക്ലാസ്സസ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ നേതൃത്വത്തിലായിരിക്കും നടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും നമ്മൾ ഇവിടുന്ന് തരും. അതായത് ക്ലാസ് മുതൽ നിങ്ങൾക്ക് പാസ് ഔട്ട് ആവുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചേ അതേ രീതിയിൽ, പക്ഷെ ഇവിടെ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി വേറെ ഒരു കാര്യമില്ല. കാരണം സ്കൂളിൽ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ പരീക്ഷ എഴുതുന്നു. അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു പരീക്ഷാ കേന്ദ്രം കിട്ടും. ആ പരീക്ഷാ കേന്ദ്രത്തിൽ പോയി നമ്മൾ പരീക്ഷ എഴുതുകയാണ് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാം ഒന്നുമല്ല, ഓഫ്ലൈൻ എക്സാം ആണ്. അവിടെ പോയി പരീക്ഷ എഴുതുന്നു. നമുക്ക് സർട്ടിഫിക്കറ്റ് ആരും അല്ലെങ്കിൽ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുമല്ല ചെയ്യുന്നത്. അതും നമുക്ക് നമ്മൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ്
ഡയറക്റ്റ് പോയി നിങ്ങൾ എന്ത് ചെയ്യാണ്, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100% നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ് NIOS എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വർഷത്തിൽ തന്നെ ഈ 10ാം ക്ലാസ് എഴുതിയെടുക്കാൻ സാധിക്കും കേട്ടോ. കാരണം ഈ ഒരു ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷനിലൂടെ നിങ്ങൾക്ക് മുടങ്ങിപ്പോയ നിങ്ങളുടെ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിഷയങ്ങളൊക്കെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. സോ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇപ്പൊ ഞാൻ സ്ട്രീം 2, സ്ട്രീം 1 അഡ്മിഷൻ, ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നേരത്തെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പരാജയപ്പെട്ടു പോയ ആളുകളാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പരാജയപ്പെട്ടു 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല, അങ്ങനെയുള്ളവർക്ക് പ്രായപരിധി ഇല്ലാതെ തന്നെ നമുക്ക് 10ാം ക്ലാസ് NIOS എഴുതിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾ, അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ റിസൾട്ട് വന്നിട്ടുള്ള കുട്ടികൾ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ പരാജയപ്പെട്ടു പോയ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരും ടെൻഷനിലായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ NIOS വഴി 10ാം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. വിളിക്കുന്ന സമയത്ത് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു NIOS വഴി 10ാം ക്ലാസ് നിങ്ങൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ വർഷം തന്നെ 10ാം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എന്നോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഏതിലേക്കാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ NIOS വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഒരുപാട് പേരൻസ് എന്നെ വിളിക്കാറുണ്ട്, ഈ പറഞ്ഞ പോലെ CBSE ബോർഡിൽ അഡ്മിഷൻ എടുത്തു, 9ാം ക്ലാസ് പഠിക്കുന്ന ആളാണ്, 10ലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധിമുട്ടാണെങ്കിൽ 9 കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ 10ലേക്ക് വരുമ്പോൾ ബോർഡ് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പഠിക്കാൻ പറ്റുന്നില്ല കൊച്ചിന് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പേരൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബോർഡിലാണെങ്കിലും ഇപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടഫാണ്, പാസ്സാവില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് NIOSലോട്ട് പോരെ. NIOS വഴി നമുക്ക് 10ാം ക്ലാസ് ഒക്കെ കരസ്ഥമാക്കാം. അതേപോലെ തന്നെ ചില പേരൻസും ഉണ്ട് കേട്ടോ, കുട്ടികളെക്കാരും ടെൻഷന് പേരൻസിനായിരിക്കും. അവരും ഇതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ബോർഡ് മാറ്റിയാലോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിലാണ് അവിടുന്ന് CBSEലേക്ക് മാറിയാലോ, CBSE നിന്ന് NIOSലേക്ക് മാറ്റിയാലോ, ഇങ്ങനെയൊക്കെ കുറേ ചിന്താഗതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേരൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. നമുക്ക് സംസാരിച്ചതിന് ശേഷം കുട്ടിയെ CBSEലേക്ക് മാറ്റണോ, സ്റ്റേറ്റിലേക്ക് മാറ്റണോ, NIOSലേക്ക് മാറ്റണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. 10ാം ക്ലാസ്സിന്റെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് 10ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. വെറും 5 വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് ഈ വർഷം തന്നെ നമുക്ക് 10ാം ക്ലാസ് കരസ്ഥമാക്കാൻ സാധിക്കും. ഇവിടെ പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പഠിക്കുന്നത് മാത്രമാണ് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ. എക്സാം സെന്റർ ഒക്കെ നിങ്ങളുടെ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.